ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണ്. ദൈവവും സ്വർഗത്തിൽ നിന്ന് നോക്കുന്നത് ബുദ്ധിമാന്മാരെയാണ്. ആരാണ് ബുദ്ധിമാൻ? ലോകം പറയുന്നതല്ല, വചനം നമ്മോട് പറയുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സാഹചര്യം അതെത്ര മോശമാണെങ്കിലും നിങ്ങൾ ഇന്ന് പകൽ ദൈവത്തെ അന്വേഷിക്കണം. ജീവനുള്ള ദൈവം ഉണ്ടെങ്കിൽ, എല്ലാം കാണുന്ന ദൈവം ഉണ്ടെങ്കിൽ, എന്നെ അറിയുന്ന ദൈവം ഉണ്ടെങ്കിൽ, അവൻ പ്രവർത്തിക്കുന്നവനാണെന്ന് തിരുവെടുത്ത് പറയുന്നുണ്ടെങ്കിൽ, എന്നെ സഹായിക്കുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവനെവിടെ? എനിക്കതൊന്ന് കാണണം. എനിക്ക് അവൻ്റെ ശക്തി ഒന്ന് കാണണം. അവൻ്റെ കരം ചലിക്കുന്നത് എനിക്കൊന്ന് കാണണം. എത്ര പേർ ദൈവത്തെ അന്വേഷിക്കാൻ ഇന്ന് പകൽ മനസ്സ് വയ്ക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണ്. നിങ്ങൾ വിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ, ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, യഹോശഫാത്ത് എന്ന ഒരു രാജാവ് തൻ്റെ നേരെ 3 രാജാക്കന്മാർ യുദ്ധത്തിന് വരുന്നു എന്ന് കേട്ടപ്പോൾ ഒരു യുദ്ധത്തിനു വേണ്ടി പടയാളികളെ അണിനിരത്താതെ, ജയത്തിന് കുതിരകളെ ഒരുക്കാതെ, ആയുധമെടുക്കാതെ, ഒരു സൈന്യത്തെ സെറ്റ് ചെയ്യാതെ ഒരു ബുദ്ധി കാണിച്ചു. ഒരു രാജാവ് കാണിച്ച ബുദ്ധി എന്താണെന്നറിയാമോ? യഹോശഫാത്ത് ശത്രുക്കൾ വരുന്നു എന്ന് കേട്ടപ്പോൾ വേഗം ആലയത്തിലേക്ക് ചെന്ന ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ജീവിതത്തിൽ വന്ന കഷ്ടതയുടെ നടുവിൽ അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ ദൈവത്തോട് പറഞ്ഞു, പിതാവേ, അവിടുന്ന് കഴിഞ്ഞ നാളുകളിൽ പിതാക്കന്മാരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചത് ഓർക്കണമേ. അങ്ങയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന വലങ്കൈയാണ്. അവിടുന്ന് പ്രവർത്തിച്ചതൊക്കെ ഓർക്കണമേ. മിസ്രൈമിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർക്കണമേ. ചെങ്കടൽ വറ്റിച്ചത് ഓർക്കണമേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുക മാത്രമല്ല, ആലയത്തിൽ പാട്ടുപാടാൻ ചിലരെ അവിടെ സെറ്റ് ചെയ്തു. ശക്തിയുള്ളൊരു ആരാധന അവിടെ വെളിപ്പെട്ടു. പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രവാചകന്റെ മേൽ വന്നു. പ്രവാചകൻ പ്രവചിച്ചത്, യുദ്ധം യഹോവയ്ക്കുള്ളത്, നിങ്ങൾ ഭയപ്പെടേണ്ട. അതെ, നിന്റെ സാഹചര്യം എത്ര മോശമാണെങ്കിലും നീ ബുദ്ധി കാണിക്കണം. ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ അന്വേഷിക്കണം. വീര്യം പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടി വെളിപ്പെടണമെന്ന് പറഞ്ഞ നീ മുട്ടുകുത്ത്. ചരിത്രമാണിത്. ദൂത് വന്നു. അവർ മരുഭൂമിയിലേക്ക് ഇറങ്ങി. യുദ്ധത്തിന് വേണ്ടി അണിനിരക്കുമ്പോൾ വീണ്ടും രാജാവ് പറഞ്ഞു, പാട്ടുകാരെ വിളിക്ക്. കുതിര വേണ്ട, പടയാളികൾ വേണ്ട, വാളു വേണ്ട. യഹോവ യുദ്ധം ചെയ്യുമെങ്കിൽ നമുക്ക് ഈ മരുഭൂമിയിൽ ഒരു ആലയം സെറ്റ് ചെയ്യാം. പാട്ടുകാരെ വിളിക്ക്. പ്രിയപ്പെട്ടവരെ, അവിടെ വലിയ പാട്ട് തുടങ്ങി. നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ യുദ്ധമുഖത്തിറങ്ങി തങ്ങൾക്കെതിരെ വന്ന രാജാക്കന്മാരോട് ദൈവം പൊരുതിയെന്നും
ദൈവം അവരെ തോൽപ്പിച്ചുവെന്നുമാണ് ചരിത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാണ്. നിങ്ങൾ ബുദ്ധിമാന്മാരാകണം. ദൈവം നോക്കുന്നതും അത് തന്നെയാണ്. ഇന്ന് പകൽ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുന്നത് നാം എല്ലാവരും അങ്ങനെ ബുദ്ധിമാന്മാരാകണമെന്നാണ്. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റുമോ? ദൈവം സഹായിക്കാതെ. യഹോവ വീട് പണിയുന്നില്ലെങ്കിൽ ആ പണി വെറുതെയാണ്. യഹോവ പട്ടണം കാക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരും സൂക്ഷിക്കപ്പെടുന്നില്ല. ഇന്ന് പകൽ ബുദ്ധിയുള്ളവരാകുക. ദൈവത്തെ അന്വേഷിക്കുവാൻ സമയം വേർതിരിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.